ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ ചാനൽ പാലാഴിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വ്യത്യസ്തമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിയാം. നമ്മുടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ വൈവിധ്യമാർന്ന വാസ്തുവിദ്യ കൊണ്ടും ചരിത്രപരമായും വിശ്വാസങ്ങൾ കൊണ്ടും എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു സംഗമമാണ്. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രധാന ഭാഗം കൂടിയാണ് ക്ഷേത്രങ്ങൾ. ഓരോ ക്ഷേത്രത്തിലെയും ആചാരങ്ങളും അവിടുത്തെ പ്രതിഷ്ഠയും എല്ലാം വ്യത്യസ്തമാണ്. അതിൽ ചിലതാണ് പത്മാസനസ്ഥനായ ശ്രീരാമൻ, അതായത് ഭദ്രാചലത്തെ ശ്രീരാമചന്ദ്ര സ്വാമി ക്ഷേത്രം. കൂടാതെ ശീർഷാസനസ്ഥനായ മഹാദേവൻ. ശക്തീശ്വര ക്ഷേത്രം ആന്ധ്രയിലെ ക്ഷേത്രമാണിത്. അങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ നമുക്കുണ്ട്. ഇനിയും വ്യത്യസ്തമായ ധാരാളം ക്ഷേത്രങ്ങളെ പറ്റി നമുക്ക് അറിയാനുണ്ട്. അതുപോലെ ഇന്ന് ഞാൻ പറയുന്നത് വ്യത്യസ്തമായ ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ്. നമുക്ക് ആ ക്ഷേത്രത്തെ കുറിച്ച് അറിയാം. പള്ളികൊണ്ടേശ്വര ക്ഷേത്രം ആന്ധ്രാപ്രദേശിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ക്ഷേത്രത്തിന്റെ ചരിത്രവും ഇതിഹാസവും എല്ലാം ഒന്ന് പരിചയപ്പെടാം. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ സുരത്തുപള്ളി ഗ്രാമം തമിഴ്നാട് ആന്ധ്ര അതിർത്തിയോട് ചേർന്ന് അരണി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഹിന്ദു ക്ഷേത്രം. അതാണ് പള്ളികൊണ്ടേശ്വര ക്ഷേത്രം. ശിവൻ ശയനം ചെയ്യുന്ന രീതിയിലുള്ള വിഗ്രഹ പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം. സുരട്ടുപള്ളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ ഭോഗശയന ശിവൻ എന്നാണ് വിളിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ഈ പ്രതിഷ്ഠ പൂർണ്ണമായും വിഗ്രഹ രൂപത്തിലാണ്. മിക്ക ശിവക്ഷേത്രങ്ങളിലും പോലെ ലിംഗരൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അപൂർവ സവിശേഷതയാണ് ഈ ക്ഷേത്രത്തിന് ഉള്ളത്. ഭഗവാൻ ഗണേശൻ, കാർത്തികേയൻ, സൂര്യൻ, ചന്ദ്രൻ, ഇന്ദ്രൻ, നാരദർ തുടങ്ങിയവർ എല്ലാവരും തന്നെ ഈ ശിവപ്രതിഷ്ഠയ്ക്ക് ചുറ്റും നിൽക്കുന്നതായി കാണാൻ സാധിക്കും. 14-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ ഹരിഹരനും ബുദ്ധരായനും ചേർന്ന് ഈ ക്ഷേത്രം നിർമ്മിച്ചതായി ചരിത്രപരമായ തെളിവുകൾ ഉണ്ട്. ഇനി നമുക്ക് ഇതിഹാസത്തിലേക്കൊന്ന് കണ്ണോടിക്കാം. ദേവന്മാരും അസുരന്മാരും ചേർന്ന് നടത്തിയ സമുദ്രമഥനത്തിൽ സമുദ്രത്തിൽ നിന്ന് നിരവധി നിധികളും അമൃതവും വിഷവും, അത് ഹലാഹലം, ഉയർന്നു വന്നു. ലോകത്തിലെ ജീവജാലങ്ങളെ വിഷത്തിൽ നിന്ന് രക്ഷിക്കാനായി ശിവൻ അത് ഭക്ഷിക്കും. വിഷം ശിവന്റെ തൊണ്ടയിലൂടെ താഴേക്ക് ഇറങ്ങിയപ്പോൾ ദേവി പാർവതി ശിവന്റെ തൊണ്ടയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ അവിടെ തടഞ്ഞു. അങ്ങനെ ശിവന്റെ കഴുത്ത് നീല നിറമായി. അതിനുശേഷം ഭഗവാൻ ശിവൻ നീലകണ്ഠൻ എന്നുകൂടെ അറിയപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം ശിവൻ പാർവതിയോടൊപ്പം തന്റെ വാസസ്ഥലമായ കൈലാസത്തിലേക്ക് മടങ്ങും. വഴിയിൽ വെച്ച് ശിവന് ക്ഷീണവും അല്പം അസ്വസ്ഥതയും തോന്നി. അവിടെ പാർവതിയുടെ മടിയിൽ തലവെച്ച് ശിവൻ വിശ്രമിക്കും. ശിവന്റെ ഈ കിടക്കുന്ന രൂപം അപൂർവവും അതുല്യവുമാണ്. വിശ്രമിക്കുന്ന എന്നർത്ഥം വരുന്ന പള്ളി, തലകറക്കം എന്നർത്ഥം വരുന്ന സുരുട്ട എന്നീ വാക്കുകളിൽ നിന്നാണ് സുരുട്ടുപള്ളി എന്ന പേര് ഉണ്ടായത്. പാൽക്കടൽ കടയുന്നതിനിടയിൽ വിഷം കഴിച്ച് തലകറക്കം അനുഭവപ്പെട്ട് പാർവതീദേവിയുടെ മടിയിൽ ഭഗവാൻ ശിവൻ ഇവിടെ വിശ്രമിക്കുന്നതിനാൽ ഈ സ്ഥലത്തിന് സുരതുപള്ളി എന്ന പേരുണ്ടായി. രാമായണം എഴുതാൻ തുടങ്ങുന്നതിന് മുൻപ് വാൽമീകി മഹർഷി ഈ ക്ഷേത്രം സന്ദർശിച്ച് ഇവിടെ തപസ്സനുഷ്ഠിക്കുകയും ഭഗവാൻ ശിവനെ ആരാധിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. അതിനാൽ ദേവന് വാൽമീകേശ്വരൻ എന്ന പേര് ലഭിച്ചു. രാവണനെ വധിച്ച് അയോധ്യയുടെ രാജാവായ ശേഷം ഭഗവാൻ രാമൻ തന്റെ ഭാര്യ സീത, സഹോദരന്മാരായ ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, ഹനുമാൻ എന്നിവരോടൊപ്പം ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഭഗവാൻ രാമന്റെ മക്കളായ ലവ, കുശ എന്നിവരുടെ കാൽപ്പാടുകളും ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. ശിവഭഗവാൻ ഹലാലവിഷം വിഴുങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം ദേവന്മാർ അമൃതം നേടാനുള്ള ശ്രമം പുനരാരംഭിക്കും. ദ്വാദശിയിൽ, അതായത് 12-ാം അമാവാസി ദിവസം അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ അമൃതം നേടിയ സന്തോഷത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ നന്ദി പറയുകയോ ചെയ്യാതെ ദേവന്മാർ നൃത്തം ചെയ്യാനും വിജയം ആഘോഷിക്കാനും തുടങ്ങും. ത്രയോദശി ദിനത്തിൽ, അതായത് 13-ാം അമാവാസി ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കാത്തതിന്റെ പാപം അവർ മനസ്സിലാക്കി ഭഗവാനോട് ക്ഷമ ചോദിക്കും. ഭഗവാൻ ശിവൻ അവരോട് ക്ഷമിച്ച് നന്ദിയുടെ കൊമ്പുകൾക്കിടയിൽ നൃത്തം ചെയ്തു. ഭഗവാൻ ശിവൻ നൃത്തം ചെയ്ത ആ സമയത്തെ പ്രദോഷം എന്നാണ് വിളിക്കുന്നത്. ആ സമയത്ത് ഭഗവാൻ ശിവനെ പ്രാർത്ഥിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നും മോക്ഷം ലഭിക്കുമെന്നുമാണ് വിശ്വാസം. പ്രദോഷ സമയത്ത് ശിവപ്രതിഷ്ഠയെ അനേകം വസ്തുക്കൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ബലപ്രദമാണെന്നുകൂടെ കണക്കാക്കുന്നു.
ചെറിയ രാജഗോപുരത്തിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വാൽമീകേശ്വരന്റെയും ദേവി മരകതാംബികയുടെയും ക്ഷേത്രം ഇടതുവശത്തായിട്ടും പള്ളികൊണ്ടേശ്വരന്റെ ക്ഷേത്രം വലതുവശത്തുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ആളുകൾ ആദ്യം ദേവി മരകതാംബികയെയും പിന്നീട് വാൽമീകേശ്വരനെയും ആരാധിക്കുന്നു. സമ്പത്തിന്റെ ദേവനായ കുബേരൻ, ഭാര്യമാരായ കൗബേരി, ഭദ്ര എന്നിവർ ക്ഷേത്ര കവാടത്തിൽ ദ്വാരപാലകരായി സന്നിഹിതരാണ്. ദേവി മരകതാംബികയുടെ ഇരുവശത്തുമായി കാമധേനുവും കൽപ്പവൃക്ഷവും ഉണ്ട്. കൂടാതെ മുന്നിൽ സാളഗ്രാമ ഗണപതി മൂർത്തിയും ഉണ്ട്. എല്ലാ ദേവതകളും അവരുടെ ഭാര്യമാരോടൊപ്പം സന്നിഹിതരാണെന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. അസാധാരണമായ ത്രികോണാകൃതിയിലുള്ള സ്വയംഭൂലിംഗത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രധാന ദേവൻ വാൽമീകീശ്വരൻ. വാൽമീകേശ്വര ക്ഷേത്രത്തിന് മുന്നിൽ ഇടതുവശത്ത് രാമന്റെ ഇരട്ടപുത്രന്മാരായ ലവന്റെയും കുശന്റെയുമാണെന്ന് പറയപ്പെട്ടിരുന്ന കുട്ടികളുടെ നിരവധി കാൽപ്പാടുകളുള്ള ഒരു കല്ല് ഉണ്ട്. ദേവി പാർവതിയുടെ ഇരുവശത്തുമായിട്ട് സൂര്യദേവനും ചന്ദ്രദേവനും ഉണ്ട്. ഭഗവാൻ മഹാവിഷ്ണു, ബ്രഹ്മാവ്, ലക്ഷ്മി, മാർക്കണ്ഡേയമുനി, അഗസ്ത്യമുനി, വാൽമീകി, ഇന്ദ്രൻ, നാരദമുനി, സനക സാനന്ദമുനിമാർ, നന്ദികേശ്വരൻ, ഭഗവാൻ സുബ്രഹ്മണ്യൻ, പത്നിമാരോടൊപ്പം ഭഗവാൻ ഗണപതി, അനേകം ദേവന്മാരും ഋഷിമാരും അങ്ങനെ ശ്രീകോവിലിൽ ശില്പങ്ങളായി ഉണ്ട്. മുഴുവൻ കൈലാസവും അവിടെ ഒത്തുകൂടിയതായാണ് പറയപ്പെടുന്നത്. മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയുണ്ട്. ആദിശങ്കരന് പ്രത്യേകമായി ഒരു ചുറ്റുമതിലുമുണ്ട്. കാഞ്ചി ശങ്കര പരമാചാര്യയുടെ ധ്യാനത്തിൽ ധാരാളം സമയം ചെലവഴിച്ചതായി പറയപ്പെടുന്നു. കൂടാതെ രാമായണ കാലഘട്ടത്തിലെ കണ്ടെത്തലുകൾ ഒരു കല്ലിൽ ലവന്റെയും കുശന്റെയും കാൽപ്പാടുകളുടെ രൂപത്തിൽ കണ്ടെത്തിയതിന്റെ ബഹുമതിയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ഈ ക്ഷേത്രത്തിൽ ഒരു ധ്യാന മണ്ഡപം നിർമ്മിച്ചിട്ടുണ്ട്. സുരത്പള്ളിയിലെ പള്ളികൊണ്ടേശ്വര ക്ഷേത്രം കുന്നുകളാൽ ചുറ്റപ്പെട്ട പച്ചപ്പ് നിറഞ്ഞ ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പർ, സുന്ദർ, തിരുജ്ഞാന സംബന്ധർ തുടങ്ങിയ ശൈവജ്ഞാനികൾ തേവാരം പാടി സ്തുതിച്ച മഹാക്ഷേത്രം. കൂവളം, വേപ്പ് തുടങ്ങിയ ക്ഷേത്ര സസ്യങ്ങൾ ക്ഷേത്ര വളപ്പിൽ നിറയെ പന്തലിച്ചു നിൽക്കുന്നു. ഗംഗയ്ക്ക് സമാനമായി അരണി എന്ന ഒരു നദിയും ഇതുവഴി ഒഴുകുന്നു. സകല ദേവീദേവന്മാരുടെയും സാന്നിധ്യമുള്ള ഈ ശിവക്ഷേത്രം ഭഗവാൻ ആദ്യമായി പ്രദോഷത്തിൽ നടനമാടിയതുകൂടിയാണ്. ആദ്യമായി പ്രദോഷ പൂജ നടന്നതും ഇവിടെയാണ്. അതിനാൽ പ്രദോഷ ക്ഷേത്രമെന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം പള്ളികൊണ്ടേശ്വര ക്ഷേത്രം. ഈ ക്ഷേത്ര ദർശനത്താൽ സകല രോഗദുരിതാദികളും നീങ്ങും, വിഷഭയം അസ്തമിക്കും, ശിവജ്ഞാനം ലഭിക്കും, അതിനാൽ മോക്ഷവും ലഭിക്കും എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. ഇതാണ് പള്ളികൊണ്ടേശ്വര ക്ഷേത്രത്തെ പറ്റിയുള്ള ചെറിയൊരു വിവരണം. വായിച്ചതും പറഞ്ഞു കേട്ടതുമായ അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അക്ഷരങ്ങൾക്ക് കടപ്പാടോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.